QT ആൻഡ് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എടുക്കുന്നത്. പിന്നെ പഠിപ്പിക്കാൻ പോകുന്ന ഈ ഒരു ക്ലാസ്സിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് നന്നായിട്ട് തന്നെ കണ്ട് നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് തന്നെ ഈ ഒരു പ്രോബ്ലങ്ങളെല്ലാം പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കറക്ഷൻ ഇൻ മീൻ, അതായത് ക്വസ്റ്റ്യനിൽ നമുക്ക് മീൻ നൽകിയിട്ടുണ്ടാവും, പക്ഷേ ആ മീൻ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് ചില തെറ്റായിട്ടുള്ള വാല്യൂസ് വെച്ചുകൊണ്ടായിരിക്കും എന്നുള്ളത് ക്വസ്റ്റ്യൻ പറയും. അപ്പോൾ നമുക്ക് ആ തെറ്റ് തിരുത്തിക്കൊണ്ട് കറക്റ്റായിട്ടുള്ള മീൻ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ചലഞ്ചായിട്ടുള്ളത്. അപ്പോൾ അത് വളരെ ഈസിയാണ്, നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്നതാണ്. കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ദ പ്രോസസ് ഓഫ് കാൽക്കുലേറ്റിംഗ് ദ കറക്റ്റ് മീൻ വാല്യൂ ഈസ് വെരി സിമ്പിൾ. ഫ്രം ദി ടോട്ടൽ ഓഫ് ദി വാല്യൂസ് ദ ഇൻകറക്റ്റ് വാല്യൂസ് ആർ ഫസ്റ്റ് സബ്സ്ട്രാക്റ്റഡ് ആൻഡ് ദെൻ ദ കറക്റ്റ് വാല്യൂസ് ആർ ആഡഡ്. അപ്പോൾ നമുക്ക് ഇവിടെ അറിയാം, സാധാരണ രീതിയിൽ മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ ആണല്ലേ. എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ. അപ്പോൾ ഈ ഒരു ഡയറക്റ്റ് മെത്തേഡ് അനുസരിച്ച് നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് സിഗ്മ എക്സിലാണ് സാധാരണ തെറ്റ് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ സിഗ്മ എക്സ്, അതിൽ നമുക്ക് ഇൻകറക്റ്റ് ആയിട്ടുള്ള സിഗ്മ എക്സ് ആയിരിക്കും നമുക്ക് മീൻ തെറ്റായിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടായിരിക്കുക. ആ തെറ്റായിട്ടുള്ള സിഗ്മ എക്സിൽ നിന്ന് നമ്മൾ ശരിയായിട്ടുള്ള വാല്യൂ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്യും, തെറ്റായിട്ടുള്ളത് കുറച്ച് കളയും ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ടുള്ള സിഗ്മ എക്സ് ആയിട്ട് മാറും. അതിനുശേഷം നമുക്ക് കറക്റ്റായിട്ടുള്ള മീൻ കണ്ടുപിടിക്കുകയും ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് ഈ പ്രോബ്ലത്തിലൂടെ നോക്കാം. ദ മീൻ മാർക്ക് ഓഫ് 100 സ്റ്റുഡൻസ് വെയർ ഫൗണ്ട് ടു ബി 50. അതായത് 100 സ്റ്റുഡൻസിൻ്റെ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 50 ആണെന്ന് പറഞ്ഞിരിക്കുന്നു. ലേറ്റർ ഓൺ ഇറ്റ് വാസ് ഡിസ്കവേർഡ് ദാറ്റ് എ സ്കോർ ഓഫ് 87 വാസ് മിസ്റഡ് ആസ് 78. അതിനുശേഷമാണ് ആ മീൻ കണ്ടുപിടിച്ചതിന് ശേഷം 50 മീൻ കണ്ടുപിടിച്ചതിന് ശേഷം പിന്നീടാണ് മനസ്സിലായത് ഒരു കുട്ടിയുടെ മാർക്ക് 87 എന്നുള്ളത് വാസ് മിസ്റഡ് ആസ് 78. അതിനെ 78 ആയിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടിയിരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ 78 എന്ന് പറഞ്ഞാൽ തെറ്റായിട്ടുള്ള ആ ഒരു സ്കോർ, ശരിയായിട്ടുള്ള സ്കോർ എത്രയായിരുന്നു? 87 ആണല്ലേ. അപ്പോൾ നമുക്ക് 100 സ്റ്റുഡൻസിൻ്റെ മാർക്കുകൾ നമ്മൾ കൂട്ടിയിട്ട് അതിന് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് മീൻ സ്കോർ ലഭിക്കുന്നത് അല്ലേ. ഇപ്പോൾ സിഗ്മ എക്സ് ഡിവൈഡ് ബൈ 100 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട്, അതായത് നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? 50 മീൻ തന്നിട്ടുണ്ട്, എക്സ് ബാർ ഇവിടെ തന്നിട്ടുണ്ട്. സിഗ്മ എക്സ് എന്നുള്ളത് അത് നമുക്ക് കണ്ടുപിടിക്കാവുന്നുള്ളൂ. അതായത് 100 ഇൻറ്റു 50 എന്ന് വെച്ചുകൊണ്ട് നമുക്ക് സിഗ്മ എക്സ് കണ്ടുപിടിക്കാവുന്നുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക എന്നുള്ളത് ഇക്വേഷൻ വെച്ചുകൊണ്ട് നോക്കാം. 50 ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡ് ബൈ 100. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഈ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എക്സ് ബാർ ഇവിടെ നൽകിയിട്ടുണ്ട്, സിഗ്മ എക്സ് ക്വസ്റ്റ്യൻ നേരിട്ട് തന്നിട്ടില്ല. ഡിവൈഡഡ് ബൈ 100 സ്റ്റുഡൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എഴുതിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഈ സിഗ്മ എക്സ് കണ്ടുപിടിക്കാം അല്ലേ. സിഗ്മ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇപ്പുറ സൈഡിലേക്ക് ഈസ് ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ 100നെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ 50 × 100 5000 സിഗ്മ എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ സിഗ്മ എക്സ് ഇൻകറക്റ്റ് സിഗ്മ എക്സ് ആണ്. ഈ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന 5000 ഇൻകറക്റ്റ് സിഗ്മ എക്സ് ആണ്, അതായത് തെറ്റായിട്ടുള്ള സിഗ്മ എക്സ് ആണ്. കാരണം എന്താണ്? നമുക്ക് ഈ തന്നിരിക്കുന്ന സ്കോറുകളെല്ലാം കൂട്ടിയാണ് നമ്മൾ ഈ 5000 കണ്ടുപിടിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ 5000 കണ്ടുപിടിക്കാൻ വേണ്ടി 100 സ്റ്റുഡൻസിൻ്റെ മാർക്കുകൾ കൂട്ടിയപ്പോൾ അതിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് നമ്മൾ 87 മാർക്ക് എന്നുള്ളത് നമ്മൾ 78 കണക്ക് കൂട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് 5000 എന്നുള്ളത് തെറ്റാണ്. 5000 തെറ്റാകുമ്പോൾ എന്ത് ചെയ്യും? മീനും തെറ്റിപ്പോവും അല്ലേ. 50 എന്നുള്ള മീനും തെറ്റിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ 5000 നമ്മൾ കറക്റ്റ് ആക്കണം. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇത്ര കാര്യം ഓർത്തിരുന്നാൽ മതി. നമുക്ക് ഇൻകറക്റ്റ് സിഗ്മ എക്സ് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് തെറ്റായിട്ടുള്ള ഇൻകറക്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഐറ്റം 87 എന്നുള്ളത് നമ്മൾ കുറച്ചിട്ട് ശരിയായിട്ടുള്ള 78 അങ്ങോട്ട് കൂട്ടിയാൽ മതി. അപ്പോൾ അത് കറക്റ്റ് ആവില്ലേ. അതായത് 5000 നിന്ന് 78 കുറയ്ക്കുക, അതിനൂടെ 87 കൂട്ടുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? കറക്റ്റായിട്ടുള്ള സിഗ്മ എക്സ് 5009 എന്ന് കിട്ടും. അപ്പോൾ കറക്റ്റായിട്ടുള്ള സിഗ്മ എക്സ് കിട്ടിക്കഴിഞ്ഞാൽ 5009 നമുക്ക് മൊത്തം 100 സ്റ്റുഡൻസ് അല്ലേ ഉള്ളത്. ആ 100 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 50.09 എന്നുള്ള പുതിയ കറക്റ്റായിട്ടുള്ള മീൻ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ 50 എന്നുള്ള തെറ്റായിട്ടുള്ള മീനായിരുന്നു. അപ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നുള്ളത് കണ്ടല്ലോ. അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഇനി നമ്മൾ പ്രോബ്ലങ്ങൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് മറ്റൊരു പ്രോബ്ലം കൂടി നോക്കാം. ദെയർ വെയർ 500 വർക്കേഴ്സ് വർക്കിംഗ് ഇൻ എ ഫാക്ടറി. മൊത്തം 500 വർക്കേഴ്സാണ് ഉണ്ടായിരുന്നത്. ദെയർ മീൻ വേജസ് വാസ് കാൽക്കുലേറ്റഡ് ആസ് 200. അപ്പോൾ നമുക്കിവിടെ ഇക്വേഷനൊന്നും നമുക്ക് എഴുതണമെന്ന് പോലുമില്ല. 500 വർക്കേഴ്സാണ് ടോട്ടൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ മീൻ വേജസ് 200 എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ സിഗ്മ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് 500 × 200 സിഗ്മ എക്സ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാവുന്നുള്ളൂ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ സിഗ്മ എക്സ് 500 × 200 അതായത് 1,00,000 എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റണം. പിന്നെ അത് ഇൻകറക്റ്റ് ആണെന്ന് പറയാനുള്ള കാരണം എന്താണ്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ലേറ്റർ ഓൺ ഇറ്റ് വാസ് ഡിസ്കവേർഡ് ദാറ്റ് ദ വേജസ് ഓഫ് 2 വർക്കേഴ്സ് വെയർ മിസ്റഡ് ആസ് 180 and 20 ഇൻസ്റ്റെഡ് ഓഫ് 80 and 220 അല്ലേ. അതായത് 2 വർക്കേഴ്സിൻ്റെ വേജസ് നമ്മൾ കണക്കൂട്ടിൽ തെറ്റുപോയിട്ടുണ്ട്. ഒരാളുടെ വേജസ് 180ഉം 20 നമ്മൾ എടുത്തിരിക്കുന്നു.
പക്ഷേ എന്തായിരുന്നു 80ഉം 220 ആയിരുന്നു അല്ലേ. ഇതിന് പകരമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന രണ്ട് വാല്യൂസ് 180ഉം 20 എന്നാണ്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെയുള്ളൂ. എന്താണ് 1,00,000 നമ്മൾ എന്ത് ചെയ്യണം, തെറ്റായിട്ടുള്ള വാല്യൂസ് രണ്ടും കുറയ്ക്കണം അല്ലേ. 180ഉം 20ഉം കുറയ്ക്കണം. അപ്പോൾ തന്നെ 80ഉം 220ഉം നമ്മൾ ആഡ് ചെയ്യുകയും ചെയ്യണം അല്ലേ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. നോക്കുക, 1,00,000 നമ്മൾ ആദ്യം എന്ത് ചെയ്തു, 180ഉം 20ഉം കുറയ്ക്കുന്നു. ഇത് രണ്ടുമാണ് തെറ്റായിട്ടുള്ള വാല്യൂസ് അല്ലേ. 180ഉം 20ഉം നമ്മൾ 1,00,000 നിന്ന് ആദ്യം കുറയ്ക്കുന്നു. അപ്പോൾ നോക്കി എവിടെ എങ്ങനെയാണ് കുറയ്ക്കുന്നത്, നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് വേണേൽ കുറയ്ക്കാം. 1,00,000 മൈനസ് 180 മൈനസ് 20 അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്താലും മതി, 180 20ഓടെ കൂട്ടിയിട്ട് ഒരുമിച്ച് നമുക്ക് 1,00,000 നിന്ന് കുറച്ചാലും മതി അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ കുറച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, 80ഉം 220ഓടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ 1,00,000 കൂട്ടണം അല്ലേ. അതായത് കുറച്ച് കിട്ടുന്ന വാല്യൂൻ്റെ കൂടെ നമ്മൾ ഈ 80ഉം 220ഓടും കൂട്ടണം. അപ്പോൾ നോക്കിയേ, 1,00,000 മൈനസ് 200 പ്ലസ് 300 എന്നാവും അല്ലേ. അപ്പോൾ അത് 1,100,000 എന്നുള്ള ആൻസർ കിട്ടും. അതായത് കറക്റ്റായിട്ടുള്ള സിഗ്മ എക്സ് അല്ലേ. കറക്റ്റ് സിഗ്മ എക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്ക് 500 ടോട്ടൽ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ തെറ്റൊന്നുമില്ല. ഈ 500ലും അതായത് ടോട്ടൽ നമ്പറിലും തെറ്റ് വരുത്തുന്ന പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ, നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ കാണും. അപ്പോൾ നമുക്കിവിടെ 500 കൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ മീൻ വേജസ് കിട്ടും അല്ലേ. ആവറേജ് വേജസ് 200.2 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് മറ്റൊരു പ്രോബ്ലം നോക്കാം. ദ മീൻ ഓഫ് 100 ഐറ്റംസ് വാസ് 46. അതായത് 100 ഐറ്റംസിൽ 46 ആണ് മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്, 100 × 46 ആണ് അതിൻ്റെ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് അല്ലേ. അത് നമുക്ക് സിഗ്മ എക്സ് എന്നുള്ളത് നമുക്ക് 100 × 46 ആണെന്ന് മനസ്സിലാവും. അതപ്പോൾ തന്നെ ഓർത്തിരിക്കുക. ലേറ്റർ ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് വൺ ഐറ്റം വാസ് മിസ്ഡ് ആസ് 61 ഇൻസ്റ്റെഡ് ഓഫ് 16 ആൻഡ് അനദർ ഐറ്റം 43 വാസ് മിസ്ഡ് ആസ് 34. അപ്പോൾ ഇതിൽ നോക്കുക, ഇതിൽ നമുക്ക് ഇതുപോലെ തന്നെ തൊട്ട് മുമ്പത്തെ പ്രവർത്തി കണ്ട പോലെ തന്നെ രണ്ട് തെറ്റിലൂടെയും പറ്റിയ അല്ലേ. ഒരൈറ്റം നമുക്ക് 61 എന്ന് നമ്മൾ തെറ്റായിട്ട് മിസ്റെഡ് ചെയ്തു അല്ലെങ്കിൽ തെറ്റായിട്ട് വായിച്ചു, അങ്ങനെ മനസ്സിലാക്കി കൂട്ടി. എന്തായിരുന്നു കറക്റ്റായിട്ടുള്ള ഏതായിരുന്നു, 16 ആയിരുന്നു. അനദർ ഐറ്റം 43 വാസ് മിസ്റെഡ് ആസ് 34. 43നെ നമ്മൾ എങ്ങനെയാണ് മിസ്റെഡ് ചെയ്ത് തെറ്റായിട്ട് വായിച്ചത്, 34 എന്ന് വായിച്ചു അല്ലേ. അപ്പോൾ ഇവിടെ 43 ആണ് ശരിയായിട്ടുള്ളത് അല്ലേ. അപ്പോൾ അത് ആ ഒരു വേർഡിങ്സ് വെച്ചുകൊണ്ട് ഏതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. മിസ്റെഡ് ആസ് തെറ്റായിട്ട് വായിച്ചതെന്ന് വെച്ചാൽ 61, ഇതാണ് നമ്മൾ 61 വായിച്ചതല്ലേ ഇൻസ്റ്റെഡ് ഓഫ് 16. അപ്പോൾ ഇത് നമുക്ക് 61 തെറ്റാണല്ലേ. അപ്പോൾ 16 ആണ് ശരി. ആൻഡ് അനദർ ഐറ്റം 43 വാസ് മിസ്റെഡ് ആസ് 34. 43 നമ്മൾ എങ്ങനെയാണ് തെറ്റായിട്ട് വായിച്ചത്, 34 എന്നാണ്. അപ്പോൾ ഇതാണ് തെറ്റല്ലേ, 43 ആണ് ശരി. ദ നമ്പർ ഓഫ് ഐറ്റംസ് ഓൾസോ റോങ്ലി ടേക്കൺ ആസ് 90 ഇൻസ്റ്റെഡ് ഓഫ് 100. കണ്ടോ, ഞാൻ കുറച്ച് പറഞ്ഞ പോലെ, അതായത് നമുക്ക് ഇതിൻ്റെ ടോട്ടൽ നമ്പറിലും വ്യത്യാസമുണ്ട്. 100 ഐറ്റംസ് എന്നുള്ളതിൽ നമ്മൾ മെയിൻ കാൽക്കുലേഷൻ കൊണ്ട് ഉപയോഗിച്ചിരിക്കുന്നത് 90 മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ 100 വരെ നമ്മൾ എത്ര എടുത്തിട്ടുള്ളൂ, 90 എടുത്തിട്ടുള്ളൂ എന്നുള്ളത് ആ കാര്യം കൂടി ഇനി ഓർത്തിരിക്കുക. ദെൻ വാട്ട് ഈസ് ദ കറക്റ്റ് മീൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുക, എത്രയാണ് കറക്റ്റ് മീൻ നമുക്ക് കണ്ടുപിടിക്കാൻ സാധാരണ ചെയ്യുന്ന പോലെ നമുക്ക് 46 = സിഗ്മ എക്സ് ഡിവൈഡ് ബൈ 90, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ 46 × 90 നേരിട്ടങ്ങ് ചെയ്യാവുന്നുള്ളൂ അല്ലേ. സിഗ്മ എക്സ് 46 × 90, അതായത് ഇത് ഇൻകറക്റ്റ് സിഗ്മ എക്സ് ആണല്ലേ. 4140 ഇൻകറക്റ്റ് സിഗ്മ എക്സ് കിട്ടി. അപ്പോൾ ഇൻകറക്റ്റ് സിഗ്മ എക്സിൽ നമുക്ക് എന്ത് ചെയ്യണം, തെറ്റായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ കുറച്ചിട്ട് ശരിയായിട്ടുള്ള രണ്ട് വാല്യൂസ് നമ്മൾ ആഡ് ചെയ്യണം അല്ലേ. തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയായിരുന്നു, 61ഉം 34 അല്ലേ. 61ഉം 34 തെറ്റ്. അപ്പോൾ അത് രണ്ടും 4140 നിന്ന് കുറച്ചിട്ട് അതിലൂടെ 16ഉം 43 ശരിയായിട്ടുള്ള വാല്യൂസ് നമ്മൾ കൂട്ടിയെടുത്തു. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് 4104 ഇതാണ് കറക്റ്റ് സിഗ്മ എക്സ് എന്ന് പറയുന്നത് അല്ലേ. ഇനി കറക്റ്റ് സിഗ്മ എക്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം, ഈ 100 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 100 ആണല്ലോ കറക്റ്റ് നമ്പർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ 41.04 ഇരിക്കും കേട്ടോ. അപ്പോൾ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമുക്കിവിടെ നോക്കേണ്ടത്, ഇവിടെ സിഗ്മ എക്സ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അതായത് 90 കൊണ്ടാണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അത് ഓർത്തിരിക്കണം. ഇത് നമുക്ക് 100ന് പകരം ഒരു 90 എടുത്തത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ടോട്ടൽ സിഗ്മ എക്സ്, അതായത് സിഗ്മ എക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, 90 × 46 എന്നുള്ളതാണ് ഇവിടെ എടുക്കേണ്ടത്. ആ കാര്യമാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം 4140 നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം, ഈ ടോട്ടൽ നമ്പറിൽ വ്യത്യാസമൊന്നും ഇല്ലാതെ നമുക്ക് 100 × 46 നേരിട്ട് എടുക്കാമായിരുന്നു അല്ലേ. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, 90 × 46 എടുക്കാവുള്ളൂ. കാരണം 90 വെച്ചാണ് ഈ ഒരു മീൻ 46 എന്നുള്ള മീൻ കണ്ടുപിടിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ഇൻകറക്റ്റ് സിഗ്മ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി 46 × 90 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മളിത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിലാണ് ഇത്. നമുക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഒരു ബിരുദ നിലവാരത്തിലുള്ള അരിത്തമാറ്റിക് മീൻ കാൽക്കുലേഷനായിട്ട് വരുമ്പോൾ നമുക്ക് ഇതേ രീതിയിലുള്ള പ്രോബ്ലംസാണ് കൂടുതൽ നമ്മൾ നോക്കി വെക്കേണ്ടതും പഠിക്കേണ്ടതും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായവരുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യും, ഫ്രണ്ട്സിനായിട്ട് പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക്